നമ്മുടെ ചിക്കനെ തീരെ ചെറുതായി കട്ടാക്കി എടുത്തിട്ടേ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ചിക്കൻ 65 അതൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ. നോക്കാം ബാ. 1 കിലോ ചിക്കൻ നമ്മുടെ ചിക്കൻ കടയത്തെ ഷമീർ ഖാൻ്റെ അടുത്ത് നിന്ന് എല്ലില്ലാത്ത കുറച്ച് ചിക്കൻ വേണമെന്ന് പറഞ്ഞപ്പം ഓക്കെ റെഡി ബാന്ന് പറഞ്ഞു. എന്തായാലും നമുക്ക് എല്ലില്ലാത്ത ചിക്കൻ തീരെ ചെറുതായി കട്ടാക്കി എടുത്തത് എന്നുവെച്ചാൽ തീരെ ചെറുതാട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലൊക്കെ പെട്ടെന്ന് തന്നെ ഒരിച്ചെടുത്ത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ തീരെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് നമ്മൾ ഈ ചിക്കൻ 65 ഉണ്ടാക്കുന്നത്. എന്തായാലും നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്പം 1 കിലോ ചിക്കനകത്തേക്ക് കുറച്ച് തൈരം ഒഴിച്ചു കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ചെറുനാരങ്ങ കൂടി നമുക്ക് ഇതിനകത്തേക്ക് പിഴിഞ്ഞു കൊടുക്കാം. 1 കിലോ ചിക്കൻ ആവശ്യമുള്ള കാശ്മീരി പൊടി, അത്യാവശ്യം കളറൊക്കെ വേണമെങ്കിൽ ഉണ്ടല്ലോ, നമ്മൾ കാശ്മീരി മുളക് കുറച്ച് അധികം ഇട്ടാൽ മതി. അപ്പം ആവശ്യത്തിന് കാശ്മീരി മുളക് പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് ചിക്കൻ മസാല, ആവശ്യമുള്ള ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, എല്ലാം കൂടി നമുക്ക് ഈ ചിക്കനകത്തോട്ടേക്ക് ഇടാം. ഒരു അനക്കിന് ചെറിയ ജീരകം പൊടിച്ചത് അതും കൂടി നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. കുറച്ച് എടുത്തുള്ളൂ കേട്ടോ, കുറച്ച് മാത്രം മതി. ചെറിയ ജീരകം ചെറിയൊരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. നേരത്തെ അരിഞ്ഞു വെച്ച കറിവേപ്പിലയും അതും കൂടി നമുക്ക് ഈ ചിക്കനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി ഇങ്ങെടുക്കാം. നമ്മൾ നേരത്തെ ഇടിച്ചു വെച്ചേ നല്ല ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം കുറച്ച് കോൺഫ്ലവറും കൂടി ഉണ്ടെങ്കിൽ നമ്മുടെ ഈ മസാലയ്ക്കകത്ത് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് അതും കൂടി കൂട്ടിയിട്ട് വേണം കേട്ടോ ഇളക്കാൻ. നമ്മുടെ അടുത്ത് കോൺഫ്ലവർ ഇരിപ്പില്ലാത്തതുകൊണ്ട് നമ്മളത് ഇടാത്തതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കനെ എല്ലാ മസാലകളും ഒക്കെ ഇട്ടിട്ട് നല്ല മിക്സാക്കി എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നല്ല വെളിച്ചെണ്ണയിൽ തന്നെ വേണം നമുക്ക് നമ്മുടെ ഈ ചിക്കൻ 65 ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നല്ല ചൂടായ ചട്ടിയിലേക്ക് നമുക്ക് ഈ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ച വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും 2 പച്ചമുളകും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. മസാലയൊക്കെ സെറ്റാക്കി വെച്ചാൽ നമ്മുടെ ചിക്കനും കൂടി നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ ചിക്കനെ ചട്ടി കിടന്ന് നല്ല എണ്ണയ്ക്കകത്ത് മുരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു ചെറിയ പ്ലേറ്റിലേക്ക് മാറ്റാം. ചെറുതായി കട്ടാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാനേ നമ്മുടെ ഏച്ചിൻ്റെ മോളും വൈഫിൻ്റെ കയ്യിലും ഒന്ന് കൊടുത്തു നോക്കാം. അത് നമ്മൾ കഴിച്ച് നോക്കി, സാധനം സൂപ്പർ ആയിട്ടുണ്ട്. നിങ്ങളോട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അവൻ്റെ ചിക്കൻ 65 സൂപ്പർ.